ഉണ്ട്. പിന്നെ സിനിമയിൽ നിന്ന് ഈ ഭാഗങ്ങൾ ഒഴിവാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് അണിയറ പ്രവർത്തകരാണ്. അവർ തീരുമാനിച്ചു, സിനിമയിലെ ഈ 17 ഭാഗങ്ങൾ വെട്ടിമാറ്റുന്നു. അങ്ങനെയല്ലേ ശരിക്കും? മഞ്ജുഷേ, ഇന്നലെയാണ് പരമോന്നത നീതിപീഠത്തിൽ നിന്ന് ഒരു വിധി വരുന്നത്. കോൺഗ്രസിന്റെ രാജ്യസഭാംഗമായിട്ടുള്ള ഇമ്രാൻ പ്രതാപ് ഖടിയുടെ ആവിഷ്കാര സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു കവിത സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ചതിനെ തുടർന്ന് സംഘപരിവാർ കേന്ദ്രീകൃതമായിട്ടുള്ള ഗുജറാത്ത് സർക്കാരെടുത്ത കേസിൽ സുപ്രീം കോടതി വളരെ നിശിതമായി ഗുജറാത്ത് സർക്കാരിനെ വിമർശിച്ചുകൊണ്ട് ഇന്നലെയാണ് ഒരു വിധി വന്നിട്ടുള്ളത്. ആ വിധിയുടെ പശ്ചാത്തലത്തിലാണ് എമ്പുരാൻ സിനിമയെ കൂടി കാണേണ്ടത് എന്നുള്ളതാണ് പരമപ്രധാനം. എന്നിരുന്നാലും അവിടെ ആവിഷ്കാര സ്വാതന്ത്ര്യവും ഒപ്പം തന്നെ അഭിപ്രായ സ്വാതന്ത്ര്യവും ഉണ്ട് കേട്ടോ. രണ്ടും സംരക്ഷിക്കപ്പെടണമെന്നുള്ളതാണ്. നിശ്ചയമായും. അതുപോലെ തന്നെ മഞ്ജുഷയിൽ കാണേണ്ടത് ഈ സംഘപരിവാറുകാരും മലയാള സാഹിത്യം വായിക്കാതിരുന്നത് NS മാധവനെ പോലെ വന്ധ്യവയോധികനായ ഒരു കഥാകൃത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവനും സ്വത്തിനും അതുപോലെ അദ്ദേഹത്തിന്റെ സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് ഭാഗ്യമായി ഇന്ന് കരുതുന്ന ഒരാളാണ്. 2020 പാല് വിരിയുന്ന കാലം എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വളരെ നൈർമല്യമുള്ള സംഘപരിവാർ വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന ഒരു ചെറുകഥയുണ്ട്. അദ്ദേഹത്തിന്റെ പല ചെറുകഥകളും ഒരുപക്ഷെ സംഘപരിവാറിന്റെ ചുട്ടുപൊള്ളുന്ന നെഞ്ചിലേക്ക് ചുട്ടുപൊള്ളുന്ന അമ്പുകളായി തറയ്ക്കുന്ന കഥകളാണ് എന്നിരിക്കെ അതൊന്നും വായിക്കാത്തത് കൊണ്ട് ശ്രീ NS മാധവൻ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരു കുൽബുർഗി ആവർത്തിക്കാതിരിക്കും കേരളത്തിൽ എന്ന സമാശ്വാസം മാത്രമേ ഉള്ളൂ. ഇവിടെ പൃഥ്വിരാജിനും മോഹൻലാലിനുമെതിരെ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നടത്തിയിട്ടുള്ള ആക്രമണങ്ങൾ ഒരുപക്ഷെ ഇപ്പൊ 17 വെട്ടുവെട്ടി 17 ഭാഗങ്ങൾ നീക്കം ചെയ്തു എന്നൊക്കെ പറയുമ്പോൾ അവരുടേതായ നിലനിൽപ്പിനു വേണ്ടി അവർ പറഞ്ഞു അവർക്കത് ചെയ്യേണ്ടി വന്ന ഗതികേടിലേക്കാണ് ഇപ്പൊ അവരെത്തിയിരിക്കുന്നത്. ഇതിൽ വളരെ പ്രധാനമായി നാം ചിന്തിക്കേണ്ടത് കലയ്ക്ക് വേണ്ടിയാണോ കല ജീവിതത്തിനു വേണ്ടിയാണോ എന്ന് EMS പണ്ട് 70കളിൽ ചോദിച്ചിരുന്നു. EMS ചോദിച്ച ചോദ്യത്തിന് അരനൂറ്റാണ്ട് കഴിയുമ്പോൾ ഇപ്പോഴും പ്രസക്തമാകുന്നു. കലയ്ക്ക് വേണ്ടിയാണോ കല ജീവിതത്തിനു വേണ്ടിയാണോ എന്ന സംശയം കേരളത്തിലൂടെ ഉരുത്തിരിഞ്ഞു വരുന്നു എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ വരുമ്പോൾ അത് എല്ലാ പക്ഷത്തോടും ആ ചോദ്യം വരും. ശ്രീ BN ഹസ്കർ, അത് എല്ലാ പക്ഷവും ഏതെങ്കിലും ഒരു സമയത്ത് കലകളെ വിമർശിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമീപകാലത്ത് തന്നെ കേരള സ്റ്റോറി, കശ്മീർ ഫയൽസ്, ഇതെല്ലാം നിങ്ങളും വിമർശിച്ചിട്ടുള്ളവയാണ്. അതുപോലെ തന്നെ ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ്, അത് വന്ന സമയത്ത് നിങ്ങൾ വിമർശിച്ചു. TP 51 വെട്ട്, ഇതെല്ലാം ഇവിടെ നമ്മൾ കണ്ട കാര്യങ്ങളാണല്ലോ. അപ്പോൾ എല്ലാവർക്കും ഇത് ബാധകമാണ്. അങ്ങനെയല്ല, ഒരു കലയെ കലയായി തന്നെ കാണാനും കലയായി തന്നെ സിനിമകളെ കണ്ണൂർ അവതരിപ്പിക്കാൻ ഇവർ സമ്മതിച്ചില്ല. അങ്ങനല്ല, കണ്ണൂർ കേരളത്തിലല്ലേ? ഒരു ഇല്ല, അത് നടത്തേണ്ടതിന്റെ ഉത്തരവാദിത്വം കൃത്യമായി സമ്മതിച്ചില്ലല്ലോ സുഹൃത്തെ. അങ്ങേക്ക് ഓർമ്മയുണ്ടോ സപ്തർഹഷ്മിയെ? സംഘപരിവാറിനെതിരെ പണ്ട് ഒരു കഥ പറഞ്ഞതിന്റെ പേരിൽ നാടകം നടത്തിയതിന്റെ പേരിലാണ് സപ്തർഹഷ്മി എന്ന് പറയുന്ന ജനനാട്യ മഞ്ചിന്റെ നേതാവായിരുന്ന ഒരു സാംസ്കാരിക പ്രവർത്തകൻ നാടക പ്രവർത്തകനെ തെരുവിലിട്ട് തല്ലിക്കുന്നത്. അപ്പോ അതെല്ലാം മറന്നുപോകുന്ന നാട്ടിലാണ് നാം ജീവിക്കുന്നത്. ഇപ്പൊ വല്ലാത്തൊരു ഭയത്തിന്റെ മേലകി ഒരുപക്ഷെ കേരളത്തിലെ സംഘപരിവാർ വിരുദ്ധ അല്ലെങ്കിൽ ഇന്ത്യയിലെ സംഘപരിവാർ വിരുദ്ധ ആളുകളുടെ മനസ്സിലേക്ക് കടന്നു വരുന്നു. അല്ല, കേരളത്തിൽ അങ്ങനെ ഒരു ഭയത്തിന്റെ ആവശ്യമില്ല എന്നാണല്ലോ. അല്ല, ഇവിടെ ഇടതുപക്ഷ പ്രസ്ഥാനം ശക്തമാണ്, അതുകൊണ്ട് കേരളത്തിൽ അങ്ങനെ ഭയപ്പെടേണ്ട ആവശ്യമില്ലല്ലോ എന്നാണല്ലോ ഇടത് സഹയാത്രികരും പറയുന്നത്. പക്ഷെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ട് പ്രതിരോധം തീർക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല, അഡ്വക്കേറ്റ് BN ഹസ്കർ? അതല്ല, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ വരുന്ന കഴിഞ്ഞ കുറെ നാളുകളായി കേരളത്തിലും ഇത്തരം ഭയം വിതയ്ക്കുന്ന ആളുകൾ വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് വസ്തുത. ഒരുപക്ഷെ കേരളത്തിന്റെ ഇടതു മനസ്സ്, അതിൽ വലതുപക്ഷത്ത് നിൽക്കുന്നതും കോൺഗ്രസ് നിൽക്കുന്നതും ഒരു പരിധിവരെ BJPക്കൊപ്പം നിൽക്കുന്ന ആളുകളിലും ഇടതുപക്ഷ മനസ്സുകളുണ്ട്. ആ ഇടതുപക്ഷ മനസ്സിന് ഏറ്റവും വലിയ ക്ഷതം കൂടിയാണ് എമ്പുരാനെതിരെ നടക്കുന്ന പ്രചരണം. അപ്പോ അത്തരത്തിൽ കേരളത്തിൽ പോലും ഇങ്ങനെ ഭയം വാരി വിതറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധപൂർവമായ ശ്രമം നടത്തുന്നു. സംഘപരിവാർ രാഷ്ട്രീയത്തെ ഏതെങ്കിലും തരത്തിൽ വിമർശിച്ചാൽ ആ വിമർശനത്തെ ഒരു തരത്തിലും മുന്നോട്ട് കൊണ്ടുപോകാനാവില്ല എന്ന് തോന്നലുളവാക്കുന്നതാണ്. അങ്ങനെയെങ്കിൽ ഒരു ശൂസേ സരിമാഗു ഇന്ത്യയിലോ കേരളത്തിലോ ജനിക്കാനേ പോകുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഒരു കറക്ഷൻ എന്താണ്? അല്ല, അതേ പറഞ്ഞിട്ട് മതി. അല്ല, സഫ്ദർ ഹഷ്മിയെ കൊല്ലുന്നത് മുകേഷ് ശർമ്മ എന്ന് പറയുന്ന കോൺഗ്രസുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്. അത് ഹല്ലാ ബോൾ എന്ന് പറയുന്ന ഒരു നാടകത്തിന്റെ പശ്ചാത്തലത്തിലാണ്. അത് RSSുമായിട്ട് ബന്ധമൊന്നുമില്ല. അതായത് മുകേഷ് ശർമ്മ എന്ന് പറയുന്ന കോൺഗ്രസ് ബാക്ക്ഡ് ആയ ഒരാളാണ്. ഹസ്കർ സാറിനെ ഒരു ഫാക്ട് ചെക്ക് ചെയ്തേ ഉള്ളൂ. ആരാണെങ്കിലും സഫ്ദർ ഹഷ്മിയെ കൊന്നതല്ലേ തെരുവിലിട്ട്? അതെ, കറക്റ്റ്.
അത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ആവിഷ്കാര സ്വാതന്ത്ര്യം അദ്ദേഹത്തിന്റെ ആവിഷ്കാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുന്നതിന് വേണ്ടി മാത്രം നടത്തിയിട്ടുള്ള പ്രവൃത്തിയല്ലേ? താങ്കൾ നേരത്തെ എന്തോ പറയാൻ വന്നിരുന്നു. ഞാൻ ഒരു ചോദ്യം കൂടി, അത് മാത്രമല്ല ഖാദർ, ഇത് എല്ലായ്പ്പോഴും സമൂഹത്തിൽ കാണുന്നതാണല്ലോ. ഈ കലാസൃഷ്ടികളെ ഒരു പക്ഷത്തിന് ഇഷ്ടമായില്ലെങ്കിൽ ആ അപ്പോൾ പ്രതിരോധം തീർത്ത് മറുപക്ഷങ്ങൾ വരികയും ചെയ്യും. അപ്പോൾ ആർക്കെങ്കിലും ഒരു പക്ഷത്തിന് ഞാൻ താങ്കളിലേക്ക് വരാം. രാഹുൽ വരാം. ബന്ധപ്പെട്ട പരിപാടി ഉള്ളതുകൊണ്ടാണ്. ഒരു സെക്കൻഡ്. അല്ല, ഇനി രണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ടീമാണ് നമ്മുടെ ശ്രീ എം എഫ് ഹുസൈനെതിരെ കേരളത്തിലെ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. അദ്ദേഹത്തിന് ഇടത് ഗവൺമെന്റും MAB പ്രസ്ഥാനം രാജാരിവർമ്മ പുരസ്കാരം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾ ആദ്യം എടുത്ത തീരുമാനം, നമ്മൾ എം എഫ് ഹുസൈനെ അഡ്രസ് ചെയ്യുന്നത് ശ്രീ എം എഫ് ഹുസൈനോ എം എഫ് ഹുസൈൻ ജിന്നോ അല്ലെങ്കിൽ എം എഫ് ഹുസൈൻ സാറെന്നോ ആയിരിക്കണം എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പെയിന്റിങ്ങിനോടാണ് നമുക്ക് എതിർപ്പ്, പെയിന്ററോടല്ല. ഇനി പൃഥ്വിരാജിനോട് എതിർപ്പുണ്ടെങ്കിൽ പൃഥ്വിരാജിന്റെ അച്ഛനെ വിളിക്കുക, അമ്മയ്ക്ക് വിളിക്കുക അല്ല ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ലാലേട്ടനോട് എതിർപ്പുണ്ടെങ്കിൽ ഇപ്പൊ ലാലേട്ടൻ നോക്കി ആൾക്കാർ വിളിച്ചു കൊടുക്കും, അല്ലെങ്കിൽ ചില നമ്മുടെ BJP RSS സുഹൃത്തുക്കൾ വിളിക്കുന്നുണ്ട്. അത് അന്യായമാണ്. ലാലേട്ടൻ നമ്മുടെ എന്താ പറയുന്നത്, കേരളത്തിന്റെ അഭിമാനമാണ്. അപ്പൊ രാഷ്ട്രീയമായ എതിർപ്പുണ്ടെങ്കിൽ അതിനെ മാന്യതയോടും മര്യാദയോടും തിരിച്ചു പറയാനുള്ള സ്പേസ് ഉണ്ടാകണം. അതോടൊപ്പം എമ്പുരാനിൽ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, BJP വിരുദ്ധ സംഘപരിവാർ വിരുദ്ധ പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അപ്പൊ അതിന്റെ ആൾക്കാർക്ക് മറുപടി പറഞ്ഞല്ലേ പറ്റൂ. ആ മറുപടി മയമായിട്ടും നയമായിട്ടും പറയണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇതിൽ പൊളിറ്റിക്സ് ഉണ്ട്. പൊളിറ്റിക്സ് ഇല്ല എന്ന് പറഞ്ഞ് കണ്ണട ചിരിട്ടാക്കിട്ട് എന്ത് കാര്യമാണ്?